കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിധി ഓഫീസിലോട്ട് പോകുന്ന സമയം നോക്കി സുധീഷ് ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഒരു ജ്യൂസ് കടയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പം നോക്കാം എന്ന് കരുതി ആ പെൺകുട്ടിയെയും കൊണ്ട് അവൻ ജ്യൂസ് കടയിൽ ഇരിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുധീഷ് ആ പെൺകുട്ടിയോട് ചോദിക്കും, എല്ലാ ജ്യൂസുകളും ഇഷ്ടമല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയും, ആ ഇഷ്ടമാണ്. സുധീഷ് ആ പെൺകുട്ടിയോട് പറയും, നല്ല മുടിയാണല്ലോ എന്നൊക്കെ പറയണ. അത് നിധി കാണും. അങ്ങനെ നിധി കാണാനും വേണ്ടിയിട്ട് ആ പെൺകുട്ടിയും സുധീഷും കൂടെ ജ്യൂസ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറ്റിയൊക്കെ കുടിക്കും. അങ്ങനെ ഇത് കാണുന്ന നിധിക്ക് ആകെ ദേഷ്യം വരികയാണ്. ആ സമയത്ത് സുധീഷ് ആ പെൺകുട്ടിയോട് ചോദിക്കും, ഇനി വേറെ ജ്യൂസ് വേണോ ചോദിക്കണം. അങ്ങനെ സുധീഷ് ആ പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചുകൊണ്ട് പറയും, നല്ല വാച്ചാണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഉമ്മ കൊടുക്കും. ഇത് കാണുന്ന നിധിക്ക് ദേഷ്യം വരികയാണ്. എന്തൊക്കെയാണ് ഈ സുധീഷ് കാണിക്കുന്നതെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നിധി. ആ സമയത്ത് സുധീഷ് മനസ്സിൽ കരുതും, നിനക്ക് ടെൻഷൻ വരട്ടെ എന്ന് പറയണം. പിന്നീട് സുധീഷ് പറയും, നമുക്ക് പോകാല്ലേ എന്ന് പറയണം. അങ്ങനെ സുധീഷും ആ പെൺകുട്ടിയും പോവുകയാണ്. ആ സമയത്ത് പെൺകുട്ടിയുടെ മുഖം കാണിക്കുന്ന സമയത്ത് അത് നികേഷ് ആയിരിക്കും. പക്ഷേ അത് നിധി കാണില്ല. അങ്ങനെ നിധി അവരുടെ പിന്നാലെ പോകുകയാണ്. നിധി ഓടി വന്നുകൊണ്ട് സുധീഷിനെ കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് സുധീഷ് പറയും, എന്താ നിധി ഇവിടെ ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷ് മുഖം മറച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കും, ഇതാരാണെന്ന് ചോദിക്കുകയാണ്. എന്താ നിങ്ങൾ ഈ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ കൈയും കോർത്തൊക്കെ പിടിച്ച് തോളിലൊക്കെ വെച്ച് നടക്കണമെന്ന് ചോദിക്കുകയാണ്. ആളുകളുടെ ഇടയിലിട്ട് ഈ സ്ത്രീക്ക് ഉമ്മൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഇത് പറയും, എന്ത് ഗേൾ ഫ്രണ്ട്, ഇതൊക്കെയാണോ ചെയ്യലെന്ന് ചോദിക്കുകയാണ്. ഇനി ഇങ്ങനെ കാട്ടിയാൽ മൂന്നൊക്കെ അടി കിട്ടുമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നികേഷിന് ചിരി വരുന്നുണ്ട്. സുധീഷ് പറയും, ഞാൻ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കണം, അതിനെന്തിനാ നിധിക്ക് എന്നെ മിസ് ചെയ്യണമെന്നില്ലല്ലോ. നിധിയുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തോട്ടേക്ക് പോയതല്ലേ, ആൾക്കാരൊക്കെ ഉള്ളിടത്താണോ നിങ്ങൾ ഇതുപോലെ കയ്യും കോർത്ത് നടക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കും, ഞാനിങ്ങനെ നടന്നാൽ നിധിക്ക് എന്താ പ്രശ്നം? അപ്പോൾ നികേഷ് തിരിഞ്ഞ് നിൽക്കും. ആ സമയത്ത് നിധി നികേഷിനെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നികേഷ് ഹായ് എന്ന് പറയാണ് നിധിയോട്. നീയാണോ സുധീഷിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, അതെ ഞാനാണ് സുധീഷ് ഏട്ടൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാണ്. എന്നിട്ട് നിധി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പെണ്ണുങ്ങളുടെ പോലെയാണ് സംസാരിക്കുക. അപ്പോൾ നിധി പറയും, നീ നോർമലായിട്ട് സംസാരിക്കുക എന്ന് പറയും. എന്നിട്ട് നികേഷ് പറയും, ഈ ചുരിദാർ നിധി ഏട്ടത്തിയുടേതാണ്, ഏട്ടത്തി ഇത് വീട്ടിൽ വെച്ച് പോയതായിരുന്നു എന്ന് പറയും. നികേഷ് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ഏട്ടത്തി എൻ്റെ അഭിനയം ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയും, സൂപ്പറായിരുന്നു, നീ സ്ത്രീകൾ നടക്കുന്നത് പോലെയാണല്ലോ നടന്നതെന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, നീ വിഷയത്തിലോട്ട് വാ, പെൺകുട്ടികളുടെ കൂടെ നടന്നാൽ എന്താണ് നിധിക്ക് പ്രശ്നം, എന്നെ മിസ് ചെയ്യുന്നൊന്നും ഇല്ലെന്നല്ലേ നിധി പറഞ്ഞത്, ഒരു കോപവും വന്നിട്ടില്ലെന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് പറയും, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, ഞാനത് അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞത്, ഇനിയും സുധീഷ് എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, ഞാനൊന്നും അഭിനയിച്ചിട്ടില്ല. സുധീഷ് പറയും, വിഷയം മാറ്റണ്ട, ഞാൻ വേറെ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നതിന് എന്തിനാ നിധിക്ക് ദേഷ്യം വരുന്നത്? നിധി പറയും, നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരല്ല. അപ്പോൾ നികേഷ് ചോദിക്കും, അപ്പോൾ ഏട്ടത്തി ഞാനോ? നികേഷിനോട് പറയും, എൻ്റെ ഡ്രസ്സ് ഊരടാ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഊരിപ്പിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് നികേഷ് പെണ്ണുങ്ങളെ പോലെ സംസാരിക്കും. അപ്പോൾ നിധി പറയും, നീ എന്താടാ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നതെന്ന് പറയാണ്. ആ സമയത്ത് നികേഷ് പറയും, അത് അങ്ങനെ വന്നു പോയതാണ് ഏട്ടത്തി എന്ന് പറയാണ്. എൻ്റെ ഡ്രസ്സ് ഊരടാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അത് ഊരിപ്പിക്കുകയാണ്. ആ സമയത്ത് നികേഷ് പറയും, ഏട്ടത്തി ഇതിൻ്റെ അടിയിൽ ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഷർട്ടൊക്കെ വണ്ടിയിലാണ്, എന്നിട്ട് തരാം എന്ന് പറയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.